ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇഫ്താർ സീരീസിൻ്റെ അടുത്ത റെസിപ്പി ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ വെച്ച് വളരെ ടേസ്റ്റിയായി നമുക്കൊരു ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഇതാ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ തലയോട് കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനിലെല്ലാം നന്നായിട്ട് ഈ പൊടിയൊന്ന് അരപ്പൊന്ന് പിടിച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിതൊന്ന് കറിയാക്കുന്നത്. ഒരു എണ്ണ ചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നുമ്പോൾ നമുക്ക് കൊഞ്ചെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കൊഞ്ചെന്നാണ് പറയുന്നത്. അപ്പോൾ കൊഞ്ചിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കൊഞ്ചിൻ്റെ 2 സൈഡ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മളിത് കറിയാക്കുന്നത്. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് 2 സൈഡും ഏകദേശം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം. കോരി മാറ്റി കൊടുത്ത ശേഷം ബാക്കിയുള്ള കൊഞ്ചും കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഫ്രൈ ആക്കി എടുത്ത എണ്ണയിലൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സവാള എടുത്തിട്ടുണ്ട്. വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. രണ്ട് പച്ചമുളക് കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഒന്ന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ആക്കിയിട്ടില്ല. ഒന്ന് ചതച്ച് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കല്, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി ഒന്ന് വരണം. ആ കൊഞ്ചിന് ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിൽ നന്നായിട്ടൊന്ന് ഇറങ്ങി ഒന്ന് പിടിച്ച് വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ബേ ലീഫ്, അതുപോലെ തന്നെ കുറച്ച് സവാള, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യിലാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം വെച്ച് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ചോറിന് വേണ്ടിയുള്ള ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ച് കോരാം. അപ്പോൾ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ഉണക്കമുന്തിരി അതും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരാം. അതും ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. അതും ഒന്ന് കോരി മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ കശുവണ്ടിയും കൂടെ അതും കൂടെ ഒന്ന് മൂപ്പിച്ച് കോരുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദമ്മിടാം. ഈ റൈസിൽ നിന്ന് കുറച്ച് പകുതി നമുക്കൊന്ന് ആദ്യം കോരി മാറ്റി കൊടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി പോർഷനിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മുടെ കറി കൊഞ്ചിൻ്റെ ആ ഗ്രേവി നമ്മളിതാ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രേവിയും ആ കൊഞ്ചും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടെ വീത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മല്ലിയിലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരി മാറ്റാം, സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കി നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.